കേരളത്തിലെ പല വീടുകളും ചോരക്കളമാകുന്നതിന് കാരണം ലഹരിയും മാനസിക പ്രശ്നങ്ങളുമൊക്കെയാണ്. മാനസിക രോഗികളായ മക്കൾക്കൊപ്പമുള്ള ജീവിതം മാതാപിതാക്കളെ സംബന്ധിച്ച് അപകടകരമാണ്. കോട്ടയം കുമാരനെല്ലൂരിൽ മാനസിക പ്രശ്നമുള്ള മകൻ അച്ഛനെ കുത്തിക്കൊലപ്പെടുത്തിയ വാർത്ത ഞെട്ടലോടെയാണ് കേട്ടത്. ഇടയാടി സ്വദേശി രാജുവിനെയാണ് മകൻ അശോകൻ കുത്തിക്കൊന്നത്. അശോകന് മാനസിക പ്രശ്നം ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. ഇരുവരും മാത്രമായിരുന്നു ആ വീട്ടിൽ താമസം. കേസിൽ പ്രതി അശോകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് രാവിലെ 11:45 ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ അച്ഛനും മകനുമായിരുന്നു വീട്ടിൽ താമസിച്ചിരുന്നത്. ഈ മകൻ അച്ഛനെ കുത്തിക്കൊന്നു എന്നുള്ളതാണ് ദൃക്സാക്ഷികളായ നാട്ടുകാർ പറയുന്നത്. ബഹളം കേട്ട് ഓടിയെത്തിയപ്പോഴാണ് ഇങ്ങനെയൊരു കൊലപാതക വിവരം നാട്ടുകാർ മനസ്സിലാക്കുന്നത്. 70 വയസ്സുണ്ട് രാജുവിന്, 42 വയസ്സുകാരനാണ് മകൻ അശോകൻ. എന്തായാലും സംഭവം ഉണ്ടായതിന് പിന്നാലെ ഏതാണ്ട് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഇദ്ദേഹം മരിച്ചു എന്നാണ് ലഭ്യമാകുന്ന വിവരം. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനും മറ്റുമായി മൃതദേഹം മാറ്റുകയായിരുന്നു പോലീസ്. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നിലവിൽ ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു എന്ന വിവരം ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കടുത്ത മനോരോഗങ്ങളും ഉണ്ടായിരുന്നു. അതായത് നേരത്തെ മുതൽ തന്നെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു എന്ന വിവരം, പല മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഇയാൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ നാട്ടുകാരിൽ നിന്നൊക്കെ അറിയാൻ സാധിച്ചത്. എന്തായാലും ഈ അച്ഛനും മകനും മാത്രമായിരുന്നു വീട്ടിൽ ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ മറ്റു വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. എന്തായാലും ഈ സംഭവ സ്ഥലത്തു നിന്ന് തന്നെ ഈ പ്രതിയെ പോലീസ് പിടികൂടുകയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ചില തർക്കങ്ങൾ ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് കലാശിച്ചു എന്ന പ്രാഥമിക നിഗമനമാണ് ഗാന്ധിനഗർ പോലീസിനുള്ളത്.